ഇത് കേരളത്തിലെ BJP തരംഗം വൻ കോമഡി ആയിട്ട് മാറുകയാണ്. ഗുരുതര ആരോപണങ്ങളുണ്ട്, വലിയ ഫണ്ട് തട്ടിപ്പുണ്ട്. ഇതിനിടയിൽ അണികളെ കൊണ്ട് തന്നെ BJPക്ക് വലിയ പ്രതിസന്ധി ആയിരിക്കുകയാണ്. കേന്ദ്രം കൊടുത്തുവിട്ട ഫണ്ട് തട്ടിപ്പ് ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയാണ്. ഇതിനിടയിൽ പാർട്ടിക്കുള്ളിലെ ആളുകൾ തന്നെ ഇതിൽ നിന്ന് വിട്ടുപോകുന്നു. ഇപ്പോൾ ഈ അടുത്തായിട്ട് സിനിമാ നടൻ ദേവൻ പാർട്ടി വിട്ടു. അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്ഥാനം കിട്ടാത്തത് കൊണ്ടല്ല, പകരം BJP ഒരുപാട് പേർ ഭയക്കുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡോക്ടർ റോബിൻ, അഖിൽ മാരാറ്, PC ജോർജ് ഗുണ്ടായിസം രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നതും പ്രവർത്തിക്കുന്നതും അവർക്കെതിരെ വരുന്ന കേസുകളിലൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ BJPയിൽ വന്ന ഒരു ഗുണ്ടയാകാം, അല്ലെങ്കിൽ കുറെ പണം കിട്ടും, അല്ലെങ്കിൽ വലിയ സ്ഥാനങ്ങൾ കിട്ടും എന്നൊരു രീതിയിലേക്കാണ് ഇവർ ആ ഒരു രാഷ്ട്രീയത്തെ കാണുന്നത് കേരളത്തിൽ. അങ്ങനെ ജനങ്ങളും അത് തിരിച്ചറിഞ്ഞു. സത്യത്തിൽ എന്താണ് ഈ BJPയിൽ സംഭവിക്കുന്നത് കേരളത്തിലെ? ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ളത് ദേവൻ, അദ്ദേഹത്തിന്റെ രാജി, അദ്ദേഹം നടത്തിയ പ്രസംഗം, അതുപോലെ അഖിൽ മാരാർ, അദ്ദേഹം BJPയുടെ ആളല്ല എങ്കിലും സംഘപരിവാറിനൊപ്പം നിൽക്കുന്ന NDAയുടെ ഭാഗമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് വന്ന ഒരാളാണ്. ഈ രണ്ടുപേരുടെ കാര്യം വെച്ചിട്ടായാലും അതിന് തൊട്ടു മുമ്പ് BJPയിലേക്ക് എടുത്തു ചാടിയ PC ജോർജിന്റെ കാര്യമായാലും ഇതിൽ ഒരുപാട് സമാനതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ലൊരു പൊസിഷനിൽ ഇരുന്ന, ജനങ്ങളുടെ പിന്തുണയുണ്ടായിരുന്ന, സ്വന്തമായ ഒരു പാർട്ടിയും അത്യാവശ്യം സ്വന്തം നിലയ്ക്ക് ജീവിച്ചു പോകാൻ കഴിയുന്ന ചുറ്റുപാടും ഉണ്ടായിരുന്ന ആളുകളാണ് ഇവരൊക്കെ. ഇപ്പോൾ ചൊറിയും കുത്തി വീട്ടിലിരിക്കുകയാണെന്ന് മാത്രമല്ല, നാട്ടുകാരുടെ മുഴുവൻ അവഹേളനം, അപമാനം ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. അതായത് സ്വന്തം നിലയ്ക്ക് ഒരു കുഴപ്പവുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളുകളാണ്. സ്വന്തം നിലയ്ക്ക് ജോലിയും പത്രാസും പരിപാടികളും അവരുടേതായ രീതിയിൽ ആൾക്കൂട്ടവും ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഇപ്പോൾ BJPയിലേക്ക് വന്നതിന് ശേഷം നരകയാതന അനുഭവിക്കുന്നത്. ഞാൻ ആദ്യം ഒരു ഉദാഹരണമായിട്ട് പറയാം, ഓരോരുത്തരുടെ കാര്യം പറയാം. ഇപ്പൊ PC ജോർജ്, അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് പൂഞ്ഞാർ എന്ന മണ്ഡലത്തിൽ ജയിച്ചു കയറിയ മനുഷ്യനാണ് എത്രയോ തവണ. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ജയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 25,000-ന് മേലെയാണ്. അതായത് LDFും UDFും തലകുത്തി മറിഞ്ഞിട്ടും പൂഞ്ഞാർ പിടിക്കാൻ സാധിച്ചിരുന്നില്ല. ആ സമയത്ത് PC ജോർജ് ഒറ്റയ്ക്കായിരുന്നു. അദ്ദേഹം ജനപക്ഷം, കേരള ജനപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടി സ്വന്തം നിലയ്ക്ക് ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ സ്വന്തം ഒരു സ്പേസ് അത്രയും വലുതായിരുന്നു. ജാതി മത ഭേദമന്യേ സകല ജനങ്ങളും ആരാധിക്കുന്ന ഒരു പവർഫുൾ പൊളിറ്റീഷ്യൻ ആയിരുന്നു PC ജോർജ്. അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ വേറെ ഉണ്ടായിരുന്നില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഓരോ നേതാക്കളുണ്ടാവും, അല്ലെങ്കിൽ ഒന്നിലധികം നേതാക്കളുണ്ടാവും. അവരൊക്കെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ കൂടിയാണ് അവർക്കൊരു ഐഡന്റിറ്റി കിട്ടുന്നത്. പക്ഷെ PC ജോർജിന് അങ്ങനെ ആയിരുന്നില്ല. PC ജോർജ് സ്വന്തം നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പേര് PC ജോർജ് എന്നൊരു പേര് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെതായ ശേഷി ഉപയോഗിച്ചിട്ടാണ് കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ സ്പേസ് ഉണ്ടാക്കിയത്. ആ മനുഷ്യൻ BJPക്ക് വന്നതിന് ശേഷം എന്തായി? സ്വന്തം പാർട്ടി പിരിച്ചുവിട്ടു. അപ്പനും മോനും കൂടെ BJPയിലേക്ക് വന്നു. മോന് കേന്ദ്രസ്ഥാനം, അപ്പന് സംസ്ഥാന സ്ഥാനം എന്നൊക്കെ സ്വപ്നം കണ്ട് മുസ്ലിങ്ങളെ മുഴുവൻ ചീത്ത വിളിച്ചു, വർഗീയത ആളിക്കത്തിച്ചു, വൃത്തികേടും നെറികേടും എന്താ പറയാ വ്യാജ പ്രചാരണങ്ങളും ഒക്കെ നിരന്തരമായി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് PC ജോർജ് പറഞ്ഞൊരു നെറികെട്ട വാചകം. മുസ്ലിങ്ങൾ മറ്റു മതത്തിൽപ്പെട്ടവർക്ക് വന്ധ്യംകരിക്കാൻ വേണ്ടി ചായയിൽ തുള്ളിമരുന്ന് ഇറ്റിച്ചു കൊടുക്കുന്നത്. ഇയാൾ ഏത് ലോകത്താണ് ഇയാൾ ജീവിക്കുന്നത്? ഹലാൽ എന്ന് പറഞ്ഞാൽ തുപ്പിയ ഭക്ഷണമാണ്. ഇയാൾ ഈ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ജനങ്ങൾക്ക് അത് മനസ്സിലായി. കാരണം മലപ്പുറം പോലുള്ള ജില്ല, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡൊക്കെ മുസ്ലിങ്ങൾ കൂടുതൽ ജനസംഖ്യ ഉണ്ടെന്ന് വിചാരിക്കാം. മലപ്പുറം തീർച്ചയായിട്ടും. ഇവിടങ്ങളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടെന്നേ, നമ്മൾ ജീവിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഏത് വീട്ടിലാണ് മുസ്ലിങ്ങൾ? അവിടെ ഹോട്ടലുകളായാലും അല്ലെങ്കിൽ നമ്മൾ സൗഹൃദം കൂട്ടുകാരായാലും ഒക്കെ ഒരാളെങ്കിലും മുസ്ലിം ഉണ്ടാവും. ഇവിടെ നിന്നൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പൊ ഈ PC ജോർജിന്റെ ലോജിക്ക് വെച്ചിട്ടാണെങ്കിൽ ഈ തുള്ളിമരുന്ന് ഇറ്റിച്ചു കഴിഞ്ഞാൽ അവിടെ മറ്റു മതസ്ഥർ ജനിക്കാനേ പാടില്ല. ഇമാതിരി വിഡ്ഢിത്തരങ്ങളും പൊട്ടത്തരങ്ങളും മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പരാമർശങ്ങളും ഷോ ഓഫുകളും കൊണ്ടാണ് ഇമാതിരി ഐറ്റങ്ങളൊക്കെ അവസാനിച്ച് ചൊറിയും കുത്തി വീട്ടിലിരിക്കുന്നത്. ഇനി നോക്കുക, ദേവന് സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടായിരുന്നു. അദ്ദേഹം 20 വർഷത്തെ വിഷൻ, ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുള്ള വിഷൻ ഉണ്ട് തനിക്ക് എന്നൊക്കെ പറഞ്ഞ് സ്വന്തം നിലയ്ക്ക് ഒരു പാർട്ടി ഉണ്ടാക്കി അതിൽ കുറെ ആൾക്കാരെയും കൊണ്ടുവന്ന് NDAയുടെ ഘടകകക്ഷിയാവാൻ വന്നതാണ്. അങ്ങനെ ഒടുവിൽ ദേവനും ഈ പറയുന്ന പോലെ പാർട്ടിയൊക്കെ ഉപേക്ഷിച്ച് സ്വന്തം നിലയ്ക്ക് ഉണ്ടായിരുന്ന സെറ്റപ്പ് ഒക്കെ അവസാനിപ്പിച്ചിട്ട് BJPയിലേക്ക് എടുത്തു ചാടി. ആ ദേവൻ എന്ന് പറയാണ്, ഈ BJPയെ കൊണ്ട് ഹിന്ദുക്കൾക്ക് ഒരു ഗുണവുമില്ല, ഹിന്ദുക്കളെ പറ്റിക്കുകയാണ്, ഹിന്ദുക്കൾ ഭയപ്പെടുകയാണ്, ജനങ്ങൾ ഭയപ്പെടുകയാണ്. അത് എങ്ങനെയാണെന്ന് ഈ സൈബർ ഇടത്തിലൊക്കെ BJPയുടെ കുറെ ഫേക്ക് ഐഡികളുണ്ട്. ഇവന്മാര് സംഘടിതമായിട്ട് വന്ന് തെറിവിളിയും ഭീഷണിയാണ്. നമ്മളിപ്പോൾ BJPക്ക് എതിരായിട്ട് എന്തെങ്കിലും ഒരു പരാമർശം നടത്തി അപ്പൊ അതിന്റെ അടിയിൽ വന്നിട്ട് സ്വന്തം ഐഡന്റിറ്റി കാണിക്കാൻ പോലും ഭയപ്പെടുന്ന പേടിത്തൊണ്ടന്മാരുടെ ഒരു കൂട്ടാണ് ഇവന്മാര്. ഈ ചാവാലികളായിട്ടുള്ള കുറെ സംഘപരിവാറിന്റെ ഫേക്ക് ഐഡിയിൽ വന്ന് വിളയുന്നവന്മാര്. ഇവന്മാരെന്താ ചെയ്യുക? ഇവന്മാര് സംഘടിതമായിട്ട് വന്നിട്ട് നാട്ടുകാരെ മുഴുവൻ തെറിവിളിയാണ്. ചീത്ത വിളിക്കുക, തെറി വിളിക്കുക, അങ്ങനെ ഭയങ്കരമായ
എന്നിട്ട് ഏതോ ഒരു ഇരുട്ട് മുറിയിൽ ഇരുന്ന് പേടിച്ച് ഭൂറി ഇരുന്നിട്ട് മൊബൈൽ കുത്തി കളിക്കുകയാണ്. പുറത്തേക്ക് വരാനോ സ്വന്തം ഐഡന്റിറ്റി പറയാനുള്ള ധൈര്യമില്ല. ഇവന്മാരെ കാണുമ്പോൾ പൊതുജനം എന്താ വിചാരിക്കുക, BJP എന്ന് പറഞ്ഞാൽ എന്തോ വലിയ ഗുണ്ടാ സെറ്റപ്പാണ്, അല്ലെങ്കിൽ ഒന്നുമില്ല, പൊട്ടന്മാരാണ്, പേടിത്തൊണ്ടന്മാരാണ് ഈ ഇരിക്കുന്നത് മുഴുവൻ. പക്ഷെ ഇവര് ജനങ്ങൾക്കിടയിൽ ഒരു ഭീതി വളർത്തണം. ഉത്തരേന്ത്യൻ മോഡലിൽ ഞങ്ങൾ അത് ചെയ്യും, നോക്കട്ടെ, വിവരം അറിയും. ആ കളി ഇവിടെ കളിച്ചാൽ പശുവിനെ തൊട്ടെന്നും പറഞ്ഞ് ആരെങ്കിലും ഒന്ന് തല്ലി നോക്കിയേ, എല്ലാം കൂടി എടപ്പാളോട്ടത്തിന് അപ്പുറത്ത് ഓട്ടം ഓടും. അതിനുള്ള ധൈര്യമൊന്നും ഇല്ല ഇവിടെ ഉള്ളവന്മാർക്ക്. ഇവർ ഈ നോർത്തിൽ കാണുന്ന കുറെ കളികൾ കളിച്ചിട്ട് അത് കളികൾ കണ്ടിട്ട് അതൊക്കെ ഇപ്പൊ ഞങ്ങൾ ഇവിടെ ചെയ്യും എന്ന് വിചാരിച്ചിട്ട് വരിക, ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് അടി കിട്ടുമെന്നുള്ള പേടിയുള്ളത് കൊണ്ടാണ് ഇരുട്ട് മുറിയിൽ ഇരുന്നിട്ട് ഈ ചെറിയ ചെറിയ ഫേസ്ബുക്കിലെ കുൽസിതങ്ങൾ ഇവർ കാണിക്കുന്നത്. ഐഡന്റിറ്റി വെളിപ്പെടുത്താനുള്ള പേടി, അത് തന്നെയാണ് ഇവന്മാരുടെ ഏറ്റവും വലിയ ഭയം. ഇപ്പൊ ദേവൻ പറയുന്നു അതാണ്, ഇവര് വലിയ ഭീതി ഉണ്ടാക്കുകയാണ് ജനങ്ങൾക്കിടയിൽ, വലിയ ഭീതി ഉണ്ടാക്കുകയാണ്. ഇപ്പം നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് മതനിരപേക്ഷ സംസ്ഥാനമാണ്. അല്ലെങ്കിൽ നമ്മളൊരാളായിട്ട് കൂട്ടുകൂടുമ്പോൾ അയാളുടെ മതമല്ല ആദ്യം ചോദിക്കുക, ആദ്യം പേര് ചോദിക്കുക, ആളുമായിട്ട് കൂട്ടുകൂടുക, അതിനുശേഷമായിരിക്കും ചിലപ്പോൾ അവരുടെ വീടോ രാഷ്ട്രീയമോ ഒക്കെ ചോദിക്കുക. നമ്മൾ അങ്ങനെയാണ്, നമ്മൾ ഒരാളുടെയും മതം നോക്കിയിട്ടല്ല അയാളുമായിട്ട് കൂട്ടുകൂടുകയോ അയാളായിട്ട് ഒരു ബിസിനസ് പങ്കാളിയാവുകയോ അല്ലെങ്കിൽ അയാൾ ഒരു സ്ഥാപനത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അതിന് ഓണർ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് നോക്കാറില്ല. നല്ല ഭക്ഷണം കിട്ടുന്ന കടയാണെങ്കിൽ പോയി കഴിക്കും. ഈ പറയുന്ന ഈ സംഘപരിവാറിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഹിന്ദുവിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം ഖാർഗെ കേറിയ സ്റ്റേജ് അവര് ശുദ്ധികലാശം. ഹിന്ദുവിന്റെ കാര്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്താണ് ഇവിടെ സംഭവിച്ചത്, അയോധ്യയിൽ സംഭവിച്ചു. ഇവിടെ ഏതെങ്കിലും സംഘപരിവാർ നേതാവ് അതേക്കുറിച്ച് മിണ്ടുന്നുണ്ടോ? അയോധ്യ കൊള്ളയെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ക്ഷേത്രങ്ങൾ പരിപാവനമായ ഇടങ്ങളാണ്, ഇവിടെ ശബരിമലയിൽ കൊള്ള നടന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ഒച്ച എടുക്കുന്ന ഈ സംഘപരിവാർ നേതാക്കൾ ആരെങ്കിലും അയോധ്യ വിഷയത്തിൽ മിണ്ടിയിട്ടുണ്ടോ? ഇല്ല. മാത്രമല്ല ഈ BJPയുടെ കാര്യങ്ങളിലേക്ക് ആൾക്കാർ വരുമ്പോൾ ഈ അഖിൽമാരാരും റോബിനും ഒക്കെ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് അവർ ചില ആളുകൾ പുറത്തുവിട്ട മൊഴികളൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു കാര്യമുണ്ട്. BJP നോക്കിക്കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP കയറി കഴിഞ്ഞാൽ വലിയൊരു സ്ഥാനം കിട്ടും, കുറെ പണം കിട്ടും, പിന്നെ ആരെയും പേടിക്കണ്ട, BJP പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം അകത്ത് കിടക്കും എന്നുള്ളൊരു കാര്യം പലരുടെ ഉള്ളിലുണ്ട്. അതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ചില ആളുകൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ അഖിൽമാരാർ തന്നെ ഒരു ജനകീയ കോടതി 24ന്റെ മീഡിയയിൽ വന്നിരുന്ന് പറഞ്ഞതാണ്, ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ ഈ NDA പാർട്ടിയിലോട്ട് എൻ്റെ സ്വയം ഇഷ്ടപ്രകാരം കയറിയതല്ല, പലരും നിർബന്ധിച്ചിട്ട് കയറിയതാണെന്ന്. എന്നിട്ട് പറഞ്ഞിട്ട് ഇനി എന്നെ ഇങ്ങനെ കയറ്റിയ ആളെ സാബുവിൻ ജേക്കബിനെ ഞാൻ കർണത്തടിക്കും എന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തി. അപ്പോൾ തന്നെ അവിടെ മറ്റൊരു വിഷ്വൽ വരികയാണ്. അതായത് അദ്ദേഹം പ്രചാരണ വേളയിൽ പറയുകയാണ്, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങോട്ട് ചോദിച്ചതാണ്, ഞാൻ 2-3 വട്ടം ചോദിച്ചിട്ടാണ് എനിക്ക് ഈ തൃക്കാക്കര മണ്ഡലം കിട്ടിയത്. എങ്ങനെയാണ് ഈ നിലപാടില്ലാത്ത ആളുകൾ പോലുള്ളവരൊക്കെ ശരിക്കും ചിലപ്പോൾ നമുക്ക് തോന്നും ഇവര് BJPക്കാര് മുഴുവൻ പൊട്ടന്മാരാണോ, അതോ ഈ പൊട്ടന്മാര് BJPയിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് അങ്ങോട്ട് പോകുന്നതാണോ, ഇനി അവിടെ ചെന്നിട്ട് അങ്ങനെ ആയി മാറുന്നതാണോ? ഒരുപാട് സംശയമുണ്ട്. ഇപ്പൊ നോക്കുക, കേരള BJP ഇവിടെ കേരളത്തിൽ മല മറിക്കും, ഭരണം പിടിക്കും, മറ്റേത് മറിക്കും, തിരിക്കും എന്നൊക്കെ പറഞ്ഞു ഇവര് വലിയ ഫണ്ടാട്ടോ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി കൊടുക്കുന്നത്. വലിയ ചെലവ് അവർ സോഷ്യൽ മീഡിയ നടത്തുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ കാണുന്ന ഒരാൾ വിചാരിക്കും, എൻ്റെ പൊന്നെ BJP ഇപ്പൊ മറിക്കും തിരിക്കും, എവിടെ 3 MLA-മാരെ കയറ്റി വിട്ടിട്ട് ഇവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സഭയിൽ ഒരു അക്ഷരം മിണ്ടും നമ്മൾ കണ്ടിട്ടുണ്ടോ? രാജീവ് ചന്ദ്രശേഖറൊക്കെ എന്തെങ്കിലും കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ക്രിയാത്മകമായി നിയമസഭയിൽ സംസാരിച്ചത് ഞാൻ കണ്ടിട്ടില്ല. രാജീവ് ചന്ദ്രശേഖർ ഈ യുവമോർച്ചക്കാരെ ഒട്ടും ബുദ്ധിയില്ലാത്തവരാണ്. കാരണം ഈ ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധം നടക്കുന്ന സമയത്ത് സെക്രട്ടേറിയറ്റിൽ കൊടികുത്തി പ്രതിഷേധം നടത്തി. എന്നിട്ട് പറഞ്ഞ് ഞങ്ങളെ ജലപീരങ്കി ഉപയോഗിച്ച് ഞങ്ങളെ വലിയ പ്രശ്നം ഉണ്ടാക്കിയെന്ന്. അവിടെ വിദ്യാർത്ഥികൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അടി കൊള്ളുകയാണ്. മറ്റേ പലകയിലൊക്കെ ആണി കൊണ്ടുവന്നിട്ട് അവരെ വലിയ രീതിയിൽ മുറിവേൽപ്പിക്കുക. ആ സമയത്താണ് BJPയുടെ ഇങ്ങനത്തെ ഒരു ലോജിക്ക് ഇല്ലാത്ത കാര്യം. അത് എല്ലാ കാലത്തും BJP ഇപ്പൊ കേരളത്തിൽ BJP എന്തുകൊണ്ട് ക്ലച്ച് പിടിക്കുന്നില്ല? അപ്പൊ അഖിൽ മാരാരെ സംബന്ധിച്ച് അഖിൽ മാരാർ നിലപാടില്ലാത്ത ഒരാളാണ്. അഖിൽ മാരാർ നിരന്തരമായി കോൺഗ്രസിന് വേണ്ടി ജയ് വിളിച്ചിരുന്ന ഒരാളാണ്. കോൺഗ്രസിൽ കൊട്ടാരക്കര സീറ്റിൽ മത്സരിക്കാൻ വേണ്ടി പല ചരടുവലികളും നടത്തിയ ആളാണെന്നാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെ പല കളികളും കളിച്ചിട്ട് ഒന്നും കിട്ടാതായപ്പോൾ BJPയിലേക്ക് എടുത്ത് ചാടിയതാണ്, അല്ലെങ്കിൽ BJP അല്ല NDAയിലേക്ക് എടുത്ത് ചാടിയതാണ് സാബു ജേക്കബ് വഴി. അതിൽ BJPയിൽ വലിയ അമർഷമുണ്ടെന്നേ, NDAയിൽ വലിയ അമർഷമുണ്ട്. കാരണം തൃക്കാക്കര പോലുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ കൊള്ളാവുന്ന എത്രയോ നേതാക്കൾ BJPയിലുണ്ട്. BJPക്ക് വേണ്ടി, അത് ചെറുപ്പം തൊട്ട് അല്ലെങ്കിൽ BJP കേരളത്തിൽ വളർന്നു വരുന്ന അല്ലെങ്കിൽ തുടങ്ങുന്ന സമയം തൊട്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കൊടി പിടിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. ഇവരൊക്കെ തഴഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ കുറച്ച് സെലിബ്രിറ്റികളെ കൊണ്ടുവയ്ക്കുകയാണ്. ഇതാണ് കേരള BJPക്ക് സംഭവിക്കുന്ന വലിയ അപകടം. കാരണം ഇത്രയും കാലം ഈ പാർട്ടി കേരളത്തിൽ ഇല്ലാതിരുന്ന സമയത്ത് പോലും നാണക്കേടും അപമാനവും ഒക്കെ സഹിച്ച് സംഘി വിളി കേട്ട് ഇവിടെ പാർട്ടിക്ക് വേണ്ടി മുഴുവൻ സമയവും പ്രവർത്തിച്ച് ഈ BJPയെ പൊക്കിക്കൊണ്ടുവരാൻ പരിശ്രമിച്ച ഒരുപാട് സീനിയർ നേതാക്കൾ കേരളത്തിലുണ്ട്.
ഈ പറയുന്ന ഒരൊറ്റ നേതാക്കളെ ഇവർ പരിഗണിക്കുന്നില്ല. ഈ ഇലക്ഷൻ സമയമാകുമ്പോൾ പൈസ മേടിച്ചിട്ടായിരിക്കാം, അങ്ങനെ ആരോപണമുണ്ട് കേട്ടോ. സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ബി ജെ പി സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി പല പ്രമുഖരിൽ നിന്നും പല നേതാക്കളും പൈസ വാങ്ങുന്നുണ്ട് എന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ചവിട്ടി താഴ്ക്കുന്ന കാര്യം മറ്റൊരു വിഷയത്തിലുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ആളുകൾ വരുമ്പോൾ കെ സുരേന്ദ്രനൊക്കെ അവിടെ നിൽക്കുകയാണ്, മുരളീധരനൊക്കെ അവിടെ നിൽക്കുകയാണ്. അവര് തമ്മിലും പ്രശ്നമുണ്ട്. കാരണം ഈ രാജീവ് ചന്ദ്രശേഖർ മുൻ കേന്ദ്രമന്ത്രി ആയിരുന്നത് കൊണ്ട് തന്നെ വരുമ്പോൾ വലിയ കാര്യങ്ങൾ കൊണ്ടുവരും. അതുകൊണ്ട് ഞങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് ചെയ്യാം എന്നൊരു ലേബലിലേക്ക് കുറച്ച് ആളുകൾ പോകുമ്പോൾ ഇപ്പുറത്ത് ഈ കെ മുരളീധരനും അതുപോലെ തന്നെ സുരേന്ദ്രനും ഒക്കെ അവിടെ നിൽക്കുകയാണ്. അവരെ കാണാൻ പോലും ഇല്ല. ബി.ജെ.പിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിൽ തന്നെയാണ് അതുള്ളത്. അതായത് ബി.ജെ.പിയെ സംബന്ധിച്ച് ബി.ജെ.പിയിൽ ഗ്രൂപ്പിസം ഒരു വലിയ പ്രശ്നമാണ്, ചവിട്ടി താഴ്ത്തൽ ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പൊ അവർ അഭിമുഖീകരിക്കുന്നതാണ്. ഇപ്പൊ അഖിൽമാരാര് പുറത്തിറങ്ങി വന്ന് ഇതുപോലെ കിടന്ന് ചാനലുകളിൽ കിടന്ന് ബി.ജെ.പിയെ നാറ്റിക്കണമെങ്കിൽ, സംഘപരിവാറിനെ നാറ്റിക്കണമെങ്കിൽ അത്രയധികം അയാൾക്ക് ഇച്ഛാഭംഗം ഉണ്ടായിട്ടുണ്ട്. ബി.ജെ.പിയിലേക്ക് വന്നതിന് ശേഷം അയാൾ ആരും ഇതിന് വിളിക്കുന്നില്ല, ഉദ്ഘാടനത്തിന് നാട് മുറിക്കാനും വിളിക്കുന്നില്ല, പൊതുപരിപാടികൾക്ക് വിളിക്കുന്നില്ല. ആ ലേബൽ ചെയ്യപ്പെട്ടു. അയാൾക്ക് അയാളുടെ അവസരങ്ങൾ കിട്ടുന്നില്ല. ബിഗ് ബോസ് താരം എന്നുള്ളതിൽ നിന്ന് മാറി ചാണക സംഘി എന്ന വിളി വന്നു കഴിഞ്ഞു. ഇതേ വിഷയം കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ട്. ഞാനും ചാണകം, നീയും ചാണകം, നമ്മളൊക്കെ ചാണകം ഇരുന്ന് തിന്നു എന്ന് പറഞ്ഞ് മണ്ടത്തരം വിളിച്ചു പറഞ്ഞ് ബി.ജെ.പിയിലേക്ക് എടുത്തിയാടി കൃഷ്ണകുമാർ എന്തായി? വലിയ പദവികളൊക്കെ കിട്ടിയിട്ടുണ്ടാകാം, പക്ഷെ അതൊരു കുടുക്കാണെന്നേ. ഈ പദവികൾ കഴുത്തിൽ വീണ ഒരു കയറാണ്. ഇനി ശിഷ്ടകാലം ബി.ജെ.പി പറയുന്നതിനനുസരിച്ച് ഇടത്തും വലത്തും പോവുക, ചുടുചോറ് വാരുക, തിന്നാൻ പറഞ്ഞാൽ തിന്നോളുക. ക്രിയേറ്റീവായ ജീവിതം കഴിഞ്ഞു, ക്രിയാത്മകമായ ജീവിതം കഴിഞ്ഞു. അടിമ ജീവിതമാണ് അവിടെ തൊട്ട്. ബി.ജെ.പിയിലേക്ക് എടുത്തു ചാടി മൊത്തമുള്ള വിലയും പോയി. ഇനി അവർ പറഞ്ഞ കേട്ടോളുക. ഇപ്പൊ പി.സി. ജോർജ് മര്യാദയ്ക്ക് മത്സരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം സ്വതന്ത്രനായിട്ട് നിൽക്കുകയായിരുന്നെങ്കിൽ ചിലപ്പോൾ മന്ത്രിസ്ഥാനം പോലും അദ്ദേഹത്തിന് കിട്ടിയേനെ, UDF-നൊപ്പം നിൽക്കുകയായിരുന്നെങ്കിൽ. അല്ല, അദ്ദേഹം ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ജനങ്ങളുടെ പിന്തുണ ഉണ്ടായേനെ. ഇപ്പൊ ജനങ്ങളുടെ പിന്തുണ പോലും ഇല്ല. പി.സി. ജോർജ് പറഞ്ഞ ചിരിയാണെന്നേ. ഷോൺ ജോർജ് തോറ്റു. ഞാൻ പറയട്ടെ, ബാക്കി പറയാം. ഷോൺ ജോർജ് തോറ്റു. ഷോൺ ജോർജിന്റെ ഭാവി ഇരുളടഞ്ഞു. ക്രിസ്ത്യൻ ബെൽറ്റ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുമായി ചേർന്ന് ബി.ജെ.പി ഒരു വലിയ പദ്ധതി ഇട്ടിരുന്നു. ക്രിസ്ത്യാനികൾ ആ പദ്ധതിയെ ഉപേക്ഷിക്കപ്പെട്ടു. ഇതൊക്കെ വിശ്വസിച്ച് എടുത്തു ചാടിയ ആളുകളുടെ അവസ്ഥ. ജേക്കബ് തോമസ് എവിടെ പോയി? ഇനിയാൾ കൂടെ സ്ഥാനാർത്ഥിയായി എറിഞ്ഞു തോറ്റു, പിന്നെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ശ്രീധരൻ സാർ എവിടെ പോയി? അദ്ദേഹത്തിനുണ്ടായിരുന്ന നിലയും വിലയും പോയി. സുരേഷ് ഗോപി പോലും പറയാണ്, എനിക്ക് കേന്ദ്രമന്ത്രി പദവി വേണ്ട, എനിക്ക് സിനിമയിൽ അഭിനയിച്ച് രക്ഷപ്പെട്ടാൽ അവസ്ഥ. തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ കൊടകര കുഴൽപ്പണം, അതിനു മുന്നേ തൃശ്ശൂര് ഇതേ ആരോപണം ഉന്നയിച്ച ആളാണ് സുരേഷ് ഗോപി. തെരഞ്ഞെടുപ്പിന് കൊണ്ടുവന്ന പണം എവിടെ പോയി? എങ്ങനെയാണ് ചെലവ് നടന്നത് അറിയില്ല. പി.സി. ജോർജ് പറയുന്നു 4.5 കോടി രൂപ മണ്ഡലത്തിലേക്ക് വന്നു, ഞാൻ കണ്ടിട്ടില്ല. അവിടുത്തെ മണ്ഡലവുമായി ബന്ധപ്പെട്ട ചുമതലക്കാരൻ പറയാണ് അതിനെപ്പറ്റി പറയാൻ സൗകര്യമില്ല. ചാക്കുകളിൽ കെട്ടി പണം കൊണ്ടുവന്നു എന്ന് പറയുന്നു. ഇത് ചെലവ് എങ്ങനെ ചെലവാക്കിയെന്ന് ചോദിച്ചാൽ കണക്ക് പറയാൻ സൗകര്യമില്ല. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്ന പരിപാടിയിൽ പോലും അതിന്റെ കണക്കുകൾ വലിയ കള്ളത്തരം നടന്നിട്ടുണ്ട്. എസ് സുരേഷ് എന്ന് പറയുന്ന ടോർച്ച് സുരേഷ് എന്ന് ആളുകൾ കളിയാക്കി വിളിക്കുന്ന ഒരു നേതാവുണ്ട്. വലിയ അലിഗേഷൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക ക്രമക്കേടടക്കം, യൂട്യൂബ് ചാനലുകൾക്ക് അനധികൃതമായി ഫണ്ട് ചെയ്തതടക്കം നിരവധി അലിഗേഷൻസ് ഈ നേതാവിനെതിരെയുണ്ട്. അതായത് കേരള ബി.ജെ.പി എന്ന് പറഞ്ഞാൽ വല്ലാത്ത പ്രതിസന്ധി, അല്ല ഒരു ഗുരുതരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഇവരാണെന്നുള്ളത് പറഞ്ഞ് ഞങ്ങൾ കേരളം പിടിക്കും, ഭാവി ഉണ്ടാക്കും, ഒന്നും നടക്കാൻ പോകുന്നില്ലേ. ഇപ്പൊ ദേവന്റെ പോക്കിൽ ദേവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. എത്ര ആത്മാർത്ഥമായിട്ടാണ് ദേവൻ സംസാരിക്കുന്നത്. അത്രയും ഇച്ഛാഭംഗം ഉണ്ടായിട്ടുണ്ട്. അഖിൽമാരുടെ അവസ്ഥ. ഇനി റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ വേറൊരുത്തനുണ്ട്. ഇയാൾക്ക് എന്താ സംഭവിക്കുന്നത്? ഇയാൾ ഈ ബി.ജെ.പിയുടെ പേരും പറഞ്ഞ് പണം പിരിക്കുന്നു, അവിടെ നിന്ന് ഇവിടുന്ന് അടിച്ചു മാറ്റുന്നു, ഇനി ആരെങ്കിലും പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുന്നു. അതായത് കൊള്ള സംഘം, തട്ടിപ്പ് സംഘം, ഗുണ്ടാ സംഘം, ഇതൊക്കെയാണ് ബി.ജെ.പിയുടെ ഉള്ളത്. അതായത് ദേശീയ രാഷ്ട്രീയത്തിനനുസൃതമായി അല്ലെങ്കിൽ ബി.ജെ.പി ദേശീയ തലത്തിൽ വലിയ പുരോഗതിയും വികസനവും ഒക്കെ വിഭാവനം ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. പക്ഷെ എന്തായാലും കേരളത്തിൽ ബി.ജെ.പിക്ക് അങ്ങനെ ഒരു കാര്യമില്ല. കാര്യം മാറ്റി പറയാം, പക്ഷെ ഒരു അച്ഛനെ അല്ലെങ്കിൽ ഒരു തന്തയെ മാറ്റി പറയുക എന്ന് പറയുന്നത് എത്രത്തോളം അത് ഓക്കെ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം പി.സി. ജോർജ് പറഞ്ഞതാണ് മോദി എന്റെ തന്തയാണ് എന്നുള്ളത്. അല്ല, ഞാൻ പറയുന്നത് പ്ലാത്തോട്ടത്തിൽ ചാക്കോ എന്നാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരെന്നാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് രേഖകളിലൊക്കെ വെച്ചിട്ടുള്ളത്. അങ്ങനെയാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന് 8 മക്കളുണ്ട്, അതിൽ ഇളയവനാണ് പി.സി. ജോർജ് എന്നാണ് കേട്ടിട്ടുള്ളത്. എന്തായാലും
PC ജോർജ് സ്വന്തം അച്ഛനെ വരെ മാറ്റി പറയേണ്ട ഗതികെട്ട അവസ്ഥയിലെത്തി. മോദി എന്റെ തന്തയാണെന്ന് പറഞ്ഞ് മോദി എന്റെ പ്രിയപ്പെട്ട മകനെ അവിടെ എന്ന് പറഞ്ഞ് എന്തെങ്കിലും കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, മോദി എന്റെ തന്തയാണെന്ന് മാറ്റി പറയുന്നതിന് പിന്നിൽ അദ്ദേഹം നടത്തിയ ഒരു ആരോപണമുണ്ട്. ആരോപണമല്ല, അദ്ദേഹം നടത്തിയ ഒരു വെളിപ്പെടുത്തലുണ്ട്. അവിടെ ഇത്ര കോടി വന്നു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് മാറ്റി പറയാണ് അങ്ങനെയൊന്നും ഇല്ല, അവിടുത്തെ ആള് വെറും വിശുദ്ധനാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോ അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് മോദി. അപ്പോ ഇതിനിടയിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലൊരു താക്കീത് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ ഭീഷണി കിട്ടിയിട്ടുണ്ട്. അല്ല, അതാണ് പറയുന്നത്. BJP-യിലേക്ക് പോയ സ്വന്തം നിലയ്ക്ക് പവർഫുൾ ആയി നിന്നിരുന്ന ഓരോരുത്തരും BJP-യിലേക്ക് പോയതോടെ അവരുടെ അടിമകളായി മാറിയിരിക്കുകയാണ്. ഈ അടിമ ജീവിതം ഇനി അങ്ങോട്ട് ഇവരുടെ ജീവിതാവസാനം വരെ BJP-യുടെ അടിമകളാണ്. BJP പറഞ്ഞാൽ ചാടണം, തുള്ളാൻ പറഞ്ഞാൽ തുള്ളണം, തെറി പറയാൻ പറഞ്ഞാൽ കണ്ണും പൂട്ടി പറയണം, മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞാൽ, അതായത് വെർബൽ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്തോണം. ഇനി എന്തൊക്കെയാണോ, അത് സ്വന്തം അസ്തിത്വം നഷ്ടപ്പെട്ടു ഇവർക്കൊക്കെ. അഖിൽ മാരാർക്ക് സകലതും നഷ്ടപ്പെട്ടു. NDA നിന്ന് ചാടി. ഇനി എന്ത് ചെയ്യും? എങ്ങോട്ട് ആരെടുക്കാൻ പോകുന്നത്? ഇത്രയധികം യുവാക്കളെ വെറുപ്പിച്ച, പുതിയ വോട്ടർമാരെ പോലും BJP-യെ കാണുമ്പോൾ അയ്യേ എന്ന് പറയിപ്പിച്ച മറ്റൊരുത്തനില്ല. അഖിൽമാരെ അതുപോലെ വെറുപ്പിച്ചു. ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല. ഈ പറയുന്ന മറ്റ് സകലമാന നേതാക്കളും, PC ജോർജ് ആയാലും, ഷോൺ ജോർജ് ആയാലും, ഈ കൃഷ്ണകുമാർ ആയാലും, ഈ ജേക്കബ് തോമസ് ആയാലും, സുരേഷ് ഗോപി ആയാലും, ഇനി അവർക്ക് ഒരു മുന്നേറ്റം എന്ന് പറയുന്നതില്ല. അപ്പൊ സുരേഷ് ഗോപി തൃശ്ശൂരുകാർ മടുത്തന്നേ. ഞാൻ തൃശ്ശൂരുകാർ, എനിക്കറിയാലോ. നമ്മളെ നാട്ടിലുള്ള ആളുകൾ പോലും ഒരു ഘട്ടത്തിൽ സുരേഷ് ഗോപിക്ക് വലിയ ഹൈപ്പ് കൊടുത്തിരുന്നുണ്ട്. ഞങ്ങളുടെ അടുത്ത് ഒരു ചേട്ടൻ ചായക്കടയുടെ മുമ്പിൽ ഒരു വലിയ പടം വെച്ചേക്കുക സുരേഷ് ഗോപിയുടെ. പഴയ CPM-മാരനാ പുള്ളി. സുരേഷ് ഗോപിയിലൂടെ BJP-യിലേക്ക് ആകർഷണമായി. മറ്റു കാര്യങ്ങളിലൊന്നും BJP-യുടെ സഹകരിക്കില്ല, പക്ഷെ വോട്ട് ചെയ്യുമ്പോൾ സുരേഷ് ഗോപിക്ക് ചെയ്യും. ആ ലെവലിലുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. പോലും ഇപ്പോൾ ആ പടം എടുത്ത് മാറ്റിയത് ഇയാളെ കൊണ്ട്. നമ്മൾ പേഴ്സണലി സംസാരിക്കുമ്പോൾ ഇവർ പറയുന്നത് സുരേഷ് ഗോപിയെ കൊണ്ട് ഒരു കാര്യവുമില്ല, വല്ലാണ്ട് വെറുപ്പിച്ച് കളഞ്ഞു, മടുപ്പിച്ച് കളഞ്ഞു. ഇങ്ങനെ ഇടതിനും വലതിനും ഒരു ബദൽ BJP. ഞങ്ങൾ ഗംഭീരമായിട്ട് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോയി. ഈ കള്ളന്മാരാണോ BJP? ഈ കള്ളന്മാരുടെ കൂട്ടമായ BJP ആണോ ഈ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്? നിലപാടില്ലാത്ത അവസരവാദികളായിട്ടുള്ള ഈ പറയുന്ന ആളുകളുടെ കൂടെയാണോ കേരളം വളരേണ്ടത്? BJP-യിലേക്ക് പ്രതീക്ഷയോടെ പോയ നേതാക്കളെ മുഴുവൻ മനസ്സ് മടുപ്പിച്ച് പുറത്തേക്ക് ചവിട്ടി തള്ളുന്ന ഈ BJP-യാണോ മലയാളികൾ വിശ്വസിക്കേണ്ടത്? ഇനി BJP-യുടെ വളർച്ച പടവലങ്ങ പോലെ താഴേക്കായിരിക്കും. അതുകൊണ്ട് ഈ അഖിൽമാരായാലും ദേവനായാലും നമ്മളോട് പറയുന്ന സത്യങ്ങൾ എന്ന് പറയുന്നത്, ഇത് BJP എന്ന് പറയുന്നത് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരള നേതൃത്വം മറ്റ് സംസ്ഥാനങ്ങളിലെ നേതൃത്വത്തെക്കാൾ വളരെ മോശമായിരിക്കുകയാണ്. കേരളത്തിൽ BJP-ക്ക് ഒരു ഭാവിയില്ലെന്ന് മാത്രമല്ല, BJP-യെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു, തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. BJP-ക്ക് ഒപ്പം നിൽക്കുന്നവർ പോലും മടുത്തു ഈ ഘടകത്തെ, കേരള ഘടകത്തെ. അതാണ് ഇതിന്റെ അടിസ്ഥാനം. ഇപ്പൊ ദേശീയ തലത്തിലൊരു വിഷയം വരുമ്പോൾ ഇവിടുത്തെ സംഘപരിവാറുകാരൊക്കെ ആക്റ്റീവ് ആവും, മോദിക്ക് ജയ് വിളിക്കും ഒക്കെ ചെയ്യും. പക്ഷെ കേരളത്തിലെ BJP നേതാക്കൾക്ക് വേണ്ടി ഇവിടെ ആരും സംസാരിക്കില്ല. ഇവന്മാര് കള്ളന്മാരാണെന്ന് തന്നെ പറയുള്ളൂ. ഫണ്ട് തിരിമറിയൊക്കെ വിവാദമായിട്ട് എത്ര ദിവസമായി? ഇതുവരെ അത് പരിഹരിക്കപ്പെട്ടോ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടികൾ എടുത്തോ? ഒന്നുമില്ല. കാരണം എല്ലാവരും കട്ടിട്ടുണ്ട്. അവനെ പിടിച്ചാൽ ഇവനെ പിടിക്കേണ്ടി വരും, ഇവനെ പിടിച്ചാൽ എന്നെ പിടിക്കേണ്ടി വരും. ആ രീതിയിലേക്ക് കറക്ഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ പോലൊരു സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടായിട്ട് ഈ കള്ളത്തരം കാണിച്ചവർക്കെതിരെ ഇതുവരെ കർശനമായ നടപടികളൊന്നും എടുക്കുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ്? അതുപോലെ ഇതുപോലുള്ള പ്രമുഖരായിട്ടുള്ള മൗനം പാലിക്കുകയാണ്. കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിന് പങ്കുണ്ടായിരിക്കാം. കാരണം കേന്ദ്രത്തിൽ നിന്ന് വന്ന ഫണ്ട് അത് കേരളത്തിൽ ഇന്ന ആവശ്യങ്ങൾക്ക് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തോ ഒരിക്കലും ലോജിക്കില്ലാത്ത കാര്യം. കൊടി മേടിക്കുക, ഷോള് മേടിക്കുക, ഇതൊക്കെ എത്ര വെറുതെ കൊടുക്കുന്ന കൊടിയാണ്. കേന്ദ്രം വെറുതെ കൊടുത്ത കൊടിക്ക് വരെ കണക്കുണ്ട്. പ്രധാനമന്ത്രിയുടെ വാഹനം വന്നതിൽ പോലും ക്രമക്കേടുണ്ട്. പ്രധാനമന്ത്രിക്ക് എസ്കോർട്ട് വാഹനങ്ങളുടെ കാര്യത്തിൽ ക്രമക്കേടുണ്ടെന്നാണ് കേൾക്കുന്നത്. ഒരു ദിവസം 27 മണിക്കൂർ കാർ ഓടിയെന്നൊക്കെ പറഞ്ഞ് കണക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കള്ളത്തരമാണ്. അപ്പൊ ഞാൻ പറയുന്നത്, കേരളത്തിൽ BJP-ക്ക് വളരാൻ അനുകൂലമായൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അത് ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് ഇവിടുത്തെ നേതൃത്വം മാറിക്കഴിഞ്ഞു. അണികൾ അസംതൃപ്തരാണ്. ഈ പുതിയ കുറെ ആളുകൾ പല നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടായാലും BJP-യിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് പേർ അസംതൃപ്തരാണ്. പലരും പാർട്ടി വിടുകയാണ്, പലരും മാറി നിൽക്കുകയാണ്. ഇത് ഇനിയും തുടരും. അതായത് കേരള BJP ഇപ്പോ വലിയ ഉയരങ്ങളിലെത്തും, ഗംഭീര സംഭവമാവും എന്ന് കരുതിയിരുന്ന ഇവിടുത്തെ സകല ആളുകൾക്കും വലിയ തിരിച്ചടിയാണ്. BJP ഇനി വളരാൻ പോകുന്നില്ല കേരളത്തിൽ. അത് താഴേക്കേ പോകത്തുള്ളൂ. ഇതുപോലുള്ള നേതൃത്വമാണ് ഇനിയും തുടരുന്നതെങ്കിൽ BJP-യുടെ തകർച്ച കേരളത്തിൽ
പൂർണ്ണമാകാൻ അധിക സമയം വേണ്ട എന്നുള്ളതാണ്. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ BJP എന്ന് പറയാൻ ആളുകൾ മടിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ ആളുകൾക്ക് BJP കാരനാണെന്ന് പറയുന്നതിൽ മടിയൊന്നുമില്ല. പക്ഷെ അങ്ങനെയുള്ള ആളുകളെ പോലും മടുപ്പിക്കുകയാണ് ഇവിടുത്തെ നേതൃത്വം എന്നതാണ് ഈ അഖിൽമാരാരും ഇവരൊക്കെ നൽകുന്ന സൂചന. എന്തിനാണ് അഖിൽമാരെ എടുത്തു വെച്ചേ? നല്ലൊരു സംഘ നേതാവിനെ, സംഘപരിവാറിന്റെ വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാവിനെ അവിടെ കൊണ്ടുവരാമല്ലോ. അവരിന്നും കൂടെ നിന്നേനെ. ഇത് അഖിൽമാരാർ അയാളുടെ ഒരു നേട്ടത്തിന് വേണ്ടി വന്നു, അത് കിട്ടില്ല എന്നറിഞ്ഞു, തോറ്റു, തിരിച്ചുപോയി, തെറി വിളിച്ചു. എന്നിട്ട് അവരുണ്ടാക്കുന്ന ഡാമേജ് മുഴുവൻ ഈ കേരള BJP നേതൃത്വത്തിന്, NDA നേതൃത്വത്തിന് സഹിക്കേണ്ടി വരുന്ന ഗതികെട്ട അവസ്ഥയിലേക്ക് അവരെത്തി. അപ്പോൾ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത്, നേതാക്കളെ തെരഞ്ഞെടുക്കുന്നത്, ഒരു സംഘടനാ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൊക്കെ കേരള BJP വലിയ പരാജയമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.